നമ്മുടെ ആനവാരി രാമൻ നായർ, എട്ടുകാലി മമ്മൂഞ്ഞ്, ഒറ്റക്കണ്ണൻ പോക്കര്, കൊച്ചു തെരേസ്യ, ഷൈനബ, മണ്ടമുത്തുബായും ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ. അതെ, തൻ്റെ ചുറ്റും ജീവിച്ചിരുന്ന ജീവിതങ്ങളെ തൻ്റെ തൂലികയിലൂടെ തന്നെ അനശ്വരമാക്കിയ മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 വൈക്കത്തെ തലയോലപ്പറമ്പിൽ ബഷീർ ജനിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയ ബഷീർ കോഴിക്കോട് എത്തുകയും അവിടെ വെച്ച് നടക്കുന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളിയാവുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളും അതിലൂടെ പരിചയപ്പെട്ട മനുഷ്യന്മാരും അവരുടെ ജീവിതങ്ങളും ബഷീർ എന്ന സാഹിത്യകാരനെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഒടുവിൽ ബേപ്പൂരിൽ താമസമാക്കിയ മലയാള സാഹിത്യത്തിൻ്റെ ഈ സുൽത്താൻ പിന്നീട് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുകയായിരുന്നു. ഇന്ന് ജൂലൈ 5, ഇന്ന് ബഷീറിൻ്റെ ഓർമ്മദിനമാണ്. ബേപ്പൂർ ആറം ഹോസ്പിറ്റലിൻ്റെ പിൻവശത്താണ് ബഷീറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വയലാലി വീട്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും അടക്കം ഒരുപാട് മനുഷ്യർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രമല്ല, മറ്റു പല ദിവസങ്ങളിലും ബഷീറിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ വീട്ടിലേക്ക് എത്താൻ വേണ്ടി ബേപ്പൂരിലേക്ക് വണ്ടി കയറാറുണ്ട്. മലയാള സാഹിത്യത്തിൽ അത്രനാളും നിലനിന്നിരുന്ന ചട്ടക്കൂടുകളെ തകർത്ത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവന് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഭൂമിയിലെ എല്ലാത്തിനെയും തൻ്റെ കഥാപാത്രങ്ങളാക്കി മാറ്റാൻ ബഷീറിന് സാധിച്ചു. തൻ്റെ ഈ കഥാപാത്രങ്ങളിലൂടെ ഈ വിശ്വസാഹിത്യകാരൻ അന്ന് പറഞ്ഞു വെച്ച കഥകളും ആശയങ്ങളും ഇന്നത്തെ കാലത്തും പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു. ഓരോ തവണ വന്നു പോകുമ്പോഴും ഇതുപോലെ ഒരുപാട് നല്ല ഓർമ്മകളും അനുഭവങ്ങളുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ വയലാലി വീട് നമുക്ക് സമ്മാനിക്കുന്നത്.